സദ്ഗുരുവേ ശരണം. പ്രിപ്പസിഷൻസ് ഇല്ലാതെ ഒരു പരിപാടിയും ഇംഗ്ലീഷിൽ നടക്കില്ല. ഉപ്പില്ലാത്ത കഞ്ഞി എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ അതുപോലെയാണ്. പ്രിപ്പസിഷൻസ് ഇല്ലെങ്കിൽ ഉപ്പില്ലാത്തതുപോലെയല്ല, ഒന്നിനും കൊള്ളില്ല. എന്താ കാരണം എന്നറിയോ? എന്തൊക്കെ പഠിച്ചിട്ടും, എത്ര വേർഡ്സ് പഠിച്ചിട്ടും, എത്ര സ്ട്രക്ചർ പഠിച്ചിട്ടും പ്രിപ്പസിഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. കാരണം എന്താ അറിയോ? ഇപ്പം ഡയറക്ഷൻ അറിയണം, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം, നിങ്ങൾക്ക് ടൈം എപ്പോഴാണെന്ന് അറിയണം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് ഈ പ്രിപ്പസിഷൻസിനകത്താണ്. ഇൻ എന്ന് പറയുന്നതിന് പകരം ഓൺ എന്ന് പറഞ്ഞാൽ കാര്യം പോയി. ടേബിളിന്റെ അടിയിൽ തപ്പി തളർന്നു കിടക്കുന്ന നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ ആൾ പറയും, അയ്യോ അതാ ടേബിളിന്റെ പുറത്താണ്. അപ്പൊ പറയും, പിന്നെ നീ അണ്ടർ എന്ന് പറഞ്ഞത്, അയ്യോ ഓൺ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്, സോറി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരൊറ്റ കീച്ചാന്ന് തോന്നുന്നു അല്ലേ, ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നുന്നു. അപ്പൊ അതുപോലെയാണ്. അപ്പം പ്രിപ്പസിഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. There are almost 150 to 200 prepositions in English. So let's start with learning the most common prepositions like in, on, at, by. Prepositions of time, location, direction. ഇനി idiomatic prepositions ഉണ്ട്, കോംപ്ലക്സ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇപ്പം ഇൻ അക്കോർഡൻസ് വിത്ത് എന്നൊക്കെ പറഞ്ഞാൽ കോംപ്ലക്സ് പ്രിപ്പോസിഷൻസ് ആണ്. ഇനി ഒരു ഇഡിയോമാറ്റിക് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദ ഗോ. സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജിത്ത്. അപ്പൊ നമുക്ക് പ്രിപ്പോസിഷൻസ് ഓഫ് ലൊക്കേഷൻ വെച്ച് തുടങ്ങാം. ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ അടുക്കളയിലാ. ഐ ആം ഇൻ ദ കിച്ചൺ. കിച്ചൺ അകത്താണ്. ആ ബുക്ക് എവിടെ? ആ ബാഗിലുണ്ട്. ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗ്. ബുക്ക് ബാഗ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവൂ? ഇല്ല. ചിലപ്പോൾ വിചാരിക്കും ബുക്കും ബാഗും എടുത്തുകൊണ്ട് വരാൻ. അപ്പൊ ബുക്ക് ബാഗിനകത്താണെന്ന് പറയണമെങ്കിൽ ആ ഇൻ എന്ന് പറയുന്ന വേർഡ് അവിടെ വരണം അല്ലെ. ഫോൺ ടേബിളിന്റെ പുറത്തുണ്ട്. ദ ഫോൺ ഇസ് ഓൺ ദ ടേബിൾ. അപ്പൊ നമുക്ക് പോയി എടുക്കും. ദ പിക്ചർ ഇസ് ഓൺ ദ വാൾ. അപ്പൊ നമ്മൾ വാളിലേക്ക് ഇങ്ങനെ നോക്കും, അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുകയാണത്. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിലാ. അപ്പോ ഇൻ ദ ഓഫീസിലാ. ഐ എം അറ്റ് ദ ഓഫീസ്. കാരണം എന്താ അറിയോ? ഞാൻ ഓഫീസിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഓഫീസിലെ ഒരു റൂമിനകത്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പറയാം ഐ എം അറ്റ് ദ ഓഫീസ് എന്ന്. അപ്പോൾ ഓഫീസിൽ വന്നാൽ ചിലപ്പം ഓഫീസിൻ്റെ പല ഭാഗത്ത് നിങ്ങളെ കാണാൻ പറ്റും. ഇവിടെ ആ കോണിയുടെ അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ വാഷ്റൂമിൻ്റെ അങ്ങോട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റൂമിൻ്റെ അവിടെ കാണാൻ പറ്റും. എവിടെ വേണമെങ്കിലും നിങ്ങളെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഐ എം അറ്റ് ദ ഓഫീസ് എന്ന് പറയണം. അപ്പോൾ ഐ എം ഇൻ ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ നേരെ അവർ റൂമിനകത്തേക്ക് വരും, ആ ഓഫീസ് റൂമിനകത്തേക്ക് വരും. അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അവർ നല്ല ദേഷ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ഓഫീസിനകത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഐ എം അറ്റ് ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ അവർ വന്ന് ആരെങ്കിലും ഒക്കെ തിരക്കി കണ്ടുപിടിച്ചോളും. മീറ്റ് മീ അറ്റ് ദ കോർണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറ്റ് ദ കോർണർ, കോർണറിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന് അല്ലേ. അപ്പൊ മീറ്റ് മീ അറ്റ് ദ കോർണർ. ഇൻ ദ കോർണർ എന്ന് പറയാൻ പറ്റില്ല, കോർണറിനകത്തൊരു സ്ഥലം ഇല്ലല്ലോ. കോർണറിന്റെ പരിസരത്തല്ലേ നമുക്ക് പോകാൻ പറ്റും. ഞാൻ ആ ജനലിന്റെ അടുത്ത് ഇരിപ്പുണ്ടെന്ന് എങ്ങനെ പറയും? ഐ എം സിറ്റിംഗ് ബൈ ദ വിൻഡോ. ആ വിൻഡോയുടെ സൈഡിൽ എന്ന് പറയാനാണ് ബൈ ദ വിൻഡോ. ആ ഹോട്ടൽ ആ ബീച്ചിന്റെ സൈഡിലാണ്. എങ്ങനെ പറയും? ദ ഹോട്ടൽ ഇസ് ബൈ ദ ബീച്ച്. ഇനി അടുത്തത് പ്രപ്പോസിഷൻസ് ഓഫ് മൂവ്മെന്റ്. ഞാൻ സ്റ്റോറിൽ പോവുകയാണ് എന്നെങ്ങനെ പറയും? ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ. അപ്പൊ ടു എന്ന് പറയുന്നതാണ് സ്റ്റോറിലേക്ക് എന്നുള്ള. സ്റ്റോറിൽ പോവുകയാണ്, ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ. ഇനി ജിമ്മിൽ നിന്ന് ഞാൻ വരികയാണ് എന്ന് പറയുന്നത് എങ്ങനെ? ഐ എം കമ്മിങ് ഫ്രം ദ ജിം. അയാൾ ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത്. ഹി ഈസ് കമ്മിങ് ഫ്രം ന്യൂയോർക്ക്. എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രം ചേർക്കണം. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടു ചേർക്കണം. ഞാൻ മുകളിലത്തെ നിലയിൽ പോവാ, ഐ എം ഗോയിങ് അപ്പ് ദ സ്റ്റെയർസ് എന്ന് പറയണം. അവിടെ അപ്പ് എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ അവർ കോണി ഇറങ്ങിപ്പോയി നോക്കും. അവൻ പന്ത് മുകളിലേക്ക് എറിഞ്ഞു. ഹി ത്രൂ ദ ബോൾ അപ്പ് ഇൻ ദി എയർ. ഞാൻ താഴത്തേക്ക് പോവാണ്, സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോവാണ്. എങ്ങനെ പറയും? ഐ എം ഗോയിങ് ഡൗൺ ദ സ്റ്റെയർസ്. അപ്പൊ ഡൗൺ എന്ന് പറയുന്ന വേർഡ് അവിടെ പ്രപ്പോസിഷൻ ആണ്. ദ ബോൾ ഈസ് റോളിംഗ് ഡൗൺ ദ ഹിൽ. കുന്നിന്റെ താഴേക്ക് ആ ബോൾ ഇതാ ഉരുണ്ട് പോകുന്നു. അപ്പൊ ഡൗൺ ദ ഹിൽ. ഇനി പ്രപ്പോസിഷൻസ് ഓഫ് ടൈം. കൃത്യസമയത്ത് വരണമെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഐ വിൽ മീറ്റ് യു അറ്റ് 5 o'clock. അറ്റ് 5 o'clock എന്ന് പറഞ്ഞാൽ കൃത്യ 5 o'clock-നാണ്. പക്ഷെ ആ 5 മണിക്ക് എപ്പോഴെങ്കിലും 5 മണിയോട് അടുപ്പിച്ചതാണെങ്കിലോ ഐ വിൽ മീറ്റ് യു അറൌണ്ട് 5 o'clock എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ കുറച്ച് നമുക്ക് ശ്വാസം വിടാനുള്ള ഇത് കിട്ടും. കാരണം 5 മണിക്ക് ഏകദേശം അറൌണ്ട് 5 o'clock എന്ന് പറഞ്ഞാൽ ഇത്തിരി അങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ അതാണ് അറ്റും അറൌണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്തൊരു വ്യത്യാസം നോക്കിയല്ലേ. ദ പാർട്ടി സ്റ്റാർട്ട്സ് അറ്റ് 9 PM. പാർട്ടി തുടങ്ങുന്നത് 9 മണിക്കാണ്. അറ്റ്. ദിവസങ്ങളെ കുറിച്ച് പറയണേ. ഞാൻ വെള്ളിയാഴ്ച ഒരു കോൺസേർട്ടിന് പോകുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ദ കോൺസേർട്ട് ഓൺ ഫ്രൈഡേ. അപ്പൊ ദിവസങ്ങൾ വരുമ്പോൾ കാര്യം മാറി
ഓൺ ആണ്, ഓൺ ഫ്രൈഡേ. അപ്പൊ ആ ദിവസത്തിന്റെ മുകളിലൊന്നും അർത്ഥമില്ല, പക്ഷെ ദിവസങ്ങളുടെ കൂടെ ഓൺ എന്നാണ് വരിക. ഈ പ്രപ്പോസിഷൻസിന് പ്രത്യേകതയുണ്ട്. ഒരു പ്രപ്പോസിഷൻ തന്നെ പല സ്ഥലത്ത് വരുമ്പോൾ പല അർത്ഥമാണ്. ഇപ്പൊ ടേബിളിന്റെ പുറത്തെന്ന് പറയാൻ നമ്മൾ ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞു അല്ലെ, അവിടെ എന്താണ് ടേബിളിന്റെ പുറത്തെന്നാണ്. അപ്പൊ കോണ്ടെക്സ്റ്റ് അനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും പ്രപ്പോസിഷൻസിന്റെ അർത്ഥത്തിന് മാറ്റം വരും. അത് നമ്മൾ പരിചയം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം നമുക്ക് സിറ്റുവേഷൻ വെച്ച് നമുക്കൊരു ഇത് കിട്ടത്തില്ലേ, എന്താ പറയാ, കോമൺ സെൻസ് എന്ന് പറയും, അത് വെച്ച് നമ്മളങ്ങ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഓൺ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ടേബിൾ ഒന്നും അല്ലല്ലോ, അതിന്റെ പുറത്ത് എന്തെങ്കിലും ഇരിക്കാൻ. അപ്പൊ നമ്മൾ വിചാരിച്ചോളാം ഫ്രൈഡേ കാണാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷുകാർ ഇപ്പൊ അവിടെ ഓൺ ആണ് വെച്ചത്. അപ്പൊ നമ്മൾ അങ്ങ് പഠിക്കാതെ അവരുടെ ഭാഷയല്ലേ, അപ്പൊ അവരുടെ ഇഷ്ടമല്ലേ. മീറ്റിംഗ് തിങ്കളാഴ്ചയാണ്. ദ മീറ്റിംഗ് ഇസ് ഓൺ മൺഡേ. ഇൻ മൺഡേ അല്ല, മൺഡേയുടെ അകത്ത് ഒരു സ്ഥലമില്ലല്ലോ, ഓൺ മൺഡേ. ഇനി ഒരു ദിവസം അല്ല, പിന്നെ കുറെ ദിവസങ്ങൾ, ഒരു പീരിയഡ് ഓഫ് ടൈം, അങ്ങനെ വരുമ്പോൾ വേറൊരു കുറച്ച് ഗാംഭീര്യമുള്ള ഒരാളാണ് വരുന്നത്. ആരാന്ന് പറയും? ഡ്യൂറിങ്. ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആളാണ് ഇവിടെ വരുന്നത്. ജൂലൈ മാസത്തിൽ ഞാൻ വെക്കേഷനിലായിരിക്കും. അപ്പൊ ജൂലൈ എന്ന് പറയുന്ന ഒരു മന്ത്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ എങ്ങനെ പറയാം? ഐ വിൽ ബി ഓൺ എ വെക്കേഷൻ ഡ്യൂറിങ് ജൂലൈ. ജൂലൈയിൽ ഞാൻ വെക്കേഷനിലായിരിക്കും. ദി എക്സ്പോ ഇസ് ഡ്യൂറിങ് ദി ഹോളിഡേ സീസൺ. എക്സ്പോ ഹോളിഡേ സീസണിലാണ് നടക്കുന്നത്. ഇനി പ്രപ്പോസിഷൻസ് ഓഫ് മാനർ. ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ ആണ് കേട്ടോ. ഞാൻ കാറിലാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയാ? ഐ എം ട്രാവലിംഗ് ഇൻ എ കാർ എന്നാണോ പറയാൻ പോകുന്നത്? എന്നാൽ അതിലൊരു തെറ്റുമുണ്ട് ശരിയുമുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ നീ എങ്ങനെയാ വരുന്ന, കാറിലാണോ ബസ്സിലാണോ ട്രെയിനിലാണോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാ? ഞാൻ കാറിലാണ് വരുന്നതെന്നല്ലേ പറയാം. അപ്പോ ഇംഗ്ലീഷിൽ നിങ്ങൾ ഐ എം ട്രാവലിംഗ് ഇൻ എ കാർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഐ എം ട്രാവലിംഗ് ബൈ കാർ എന്നാണ്. ഞാൻ കാർ ഉപയോഗിച്ചാണ് വരുന്നത്, ഞാൻ ബസ്സിലും ട്രെയിനിലും ഒന്നും അല്ല വരാൻ പോണേ. ആ പറയുന്ന സമയത്ത് നമ്മൾ കാറിനകത്താണെന്നല്ല, ഞാൻ കാർ ഉപയോഗിച്ചാണ് വരുന്നത്, ഞാൻ കാറിലാണ് വരുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാറിനകത്ത് ഇരിക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ ഒരാൾ ഫോൺ വിളിച്ചിട്ട് നീ എങ്ങനെയാ വരുന്നത്, അപ്പൊ വേണമെങ്കിൽ പറയാം ഐ എം ട്രാവലിംഗ് ഇൻ എ കാർ എന്ന്. ഞാൻ ഇപ്പൊ ഒരു കാറിൽ ഇരിക്കുകയാണ്, ഓട്ടോയിലൊന്നും അല്ല, ഞാൻ ഒരു കാറിൽ ഇരിക്കുകയാണ്. കാരണം നിങ്ങൾ ആ സമയത്ത് ആ കാറിനകത്ത് ഇരിക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഇൻ എ കാർ എന്ന് പറയാം. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഷീ ഈസ് ലേണിംഗ് ഇംഗ്ലീഷ് ബൈ വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ TV കണ്ടുകൊണ്ടാണ് അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. TV ആണ് അവൾ യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അവൾ ഉപയോഗിക്കുന്നത് TV ആണ്. അടുത്ത പ്രപ്പോസിഷൻ വെച്ചാൽ കൂടെ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ സിനിമ കാണാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു വാച്ച് എ മൂവി വിത്ത് മൈ ഫ്രണ്ട്സ്. അവൾ ഫാമിലിയുടെ കൂടെ ഡിന്നർ കഴിക്കുകയാണ്. ഷീ ഈസ് ഈറ്റിംഗ് ഡിന്നർ വിത്ത് ഹർ ഫാമിലി. ഇനി പ്രപ്പോസിഷൻസ് ഓഫ് പേർപ്പസ്. ഞാൻ പാല് വാങ്ങിക്കാൻ സ്റ്റോറിൽ പോവുകയാണ്. അപ്പൊ പാല് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഐ എം ഗോയിങ് ടു ദ സ്റ്റോർ ഫോർ മിൽക്ക്. പാലിനു വേണ്ടി, ഫോർ. അവൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. ഷീ ഈസ് സ്റ്റഡിയിങ് ഫോർ ദി എക്സാം. ഞാൻ ഒരു വർക്കിന് വേണ്ടി അടുത്ത ആഴ്ച സിറ്റിയിൽ പോകുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ദ സിറ്റി ഫോർ വർക്ക് നെക്സ്റ്റ് വീക്ക്. ഇനിയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ജിമ്മിൽ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ പറയും? ഐ എം ഗോയിങ് ടു ദ ജിം ഫോർ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്നറിയോ? വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ തന്നെ ചെയ്യാൻ പോവാണ് അല്ലെ, നമ്മൾ ഒരു പ്രത്യേക ആക്ഷൻ നമ്മൾ ചെയ്ത് നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പോവാണ്. അല്ലാതെ ഒരു സംഭവം വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയോ അല്ല, നമ്മൾ പോയി ഒരു കാര്യം അവിടെ വെച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ അതാണ് ആ ഡിഫറൻസ്. അപ്പൊ അതിനെന്ത് പറയുന്നത് വെച്ചാൽ ഐ എം ഗോയിങ് ടു ദ ജിം ടു വർക്ക്ഔട്ട്. വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ്. അപ്പൊ അവിടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് കൊണ്ട് ടു വർക്ക്ഔട്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻ ഓർഡർ ടു അച്ചീവ് സംതിങ്. ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളുടെ ആക്ഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റേത് പേർപ്പസ് ആണ്, മനസ്സിൽ ഇന്നൊരു കാര്യം വിചാരിച്ച് നമ്മൾ അത് വാങ്ങിക്കാൻ പോവുകയാണ്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്നവർ ടീച്ചർ അറ്റ് കേരളയാണോ ഇൻ കേരളയാണോ? ചില സമയത്ത് ഇൻ കേരള എന്ന് കാണാം, ചില സമയത്ത് അറ്റ് കേരള എന്ന് കാണാം, ചില സമയത്ത് അറ്റ് ട്രിവാൻഡ്രം എന്ന് കാണാം, ചില സമയത്ത് ഇൻ ട്രിവാൻഡ്രം എന്ന് കാണാം. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണിത്. എപ്പോഴും എക്സാമിന് ചോദിക്കുകയും ചെയ്യും. ഏറ്റവും ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാന്നുള്ളത്, ഇപ്പൊ 2 സ്ഥലങ്ങളുടെ പേര് പറഞ്ഞാൽ അതിൽ ചെറിയ സ്ഥലം അറ്റും വലിയ സ്ഥലം ഇന്നുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം അറ്റ് കേരള ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യ അല്ലേ വലുത്, അപ്പൊ ഇന്ത്യയുടെ കൂടെ ഇൻ ചേർക്കാം. കേരളം ചെറുതല്ലേ ഇന്ത്യയിൽ, അപ്പോൾ അറ്റ് ചേർക്കാം. പക്ഷെ ട്രിവാൻഡ്രം ആണെങ്കിലോ അവിടെ സംഭവം മാറി. അറ്റ് ട്രിവാൻഡ്രം ഇൻ കേരള എന്നോ, കാരണം കേരള ആണ് അവിടെ വലുത്, അപ്പോൾ വലുതിന്റെ കൂടെ ഇൻ ചേർത്തു. അതാണ് ചില സ്ഥലത്ത് ഇന്നും അറ്റും ഇതിൽ മാറി മാറി വരുന്നത്. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്
പ്രപ്പോസിഷൻസ് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കി വെച്ചാൽ മതി. ഇനി അറ്റ് ശാന്തിഗിരി ആശ്രം ഇൻ ട്രിവാൻഡ്രം. അപ്പൊ ട്രിവാൻഡ്രം വലുത്, ശാന്തിഗിരി ആശ്രമം ഒരു ചെറിയ സ്ഥലമായി. അപ്പോൾ അവിടെ അറ്റായി. ഇനി ശാന്തിഗിരി ആശ്രമത്തിനകത്ത് ഒരു കോൺഫറൻസ് ഹാളിലാണ് ഞാൻ ഇരിക്കുന്നത് എങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അറ്റ് ദ കോൺഫറൻസ് ഹാൾ ഇൻ ശാന്തിഗിരി ആശ്രമം. അപ്പോൾ അവിടെ ശാന്തിഗിരി ആശ്രമം വലിയൊരു സ്പേസ് ആയി, കോൺഫറൻസ് ഹാൾ ചെറുതായി. രണ്ട് സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷെ ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ് എന്ന് പറയണമെങ്കിൽ നമ്മളിങ്ങനെ പറയുന്നത് ഐ എം അറ്റ് ട്രിവാൻഡ്രം. മനസ്സിലായോ? അപ്പൊ അവിടെ അറ്റ് തന്നെയാണ് എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ഐ എം അറ്റ് ദ ഓഫീസ്, ഐ എം അറ്റ് മൈ സ്കൂൾ, ഐ എം അറ്റ് മൈ ഹൗസ്. ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ ഐ എം അറ്റ് മൈ ഹൗസ് എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിനകത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മുറ്റത്ത് നിൽക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ അവിടെ പറമ്പിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് പരിസരത്ത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിപ്പോസിഷൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് യു വോണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് fluently and confidently. So see you in the next video. Until then, you take care. Sadguru.